ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ് ഡിസ്കസ് ചെയ്യാം. കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കണ്ടുവരാവുന്ന ഒരു തിയറമാണത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും കൂടെ പഠിക്കുക. കാരണം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവേർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കാം. തിയറം ലെറ്റ് sequence fn be a sequence of bounded functions. Sequence fn be a sequence of bounded functions on a subset of R, then this sequence converges uniformly on a to a bounded function f, if and only if for each epsilon greater than 0 there exists a number h of epsilon in n such that norm of fm minus fn on a is less than epsilon for all m comma n greater than or equal to h of epsilon. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അതായത് സീക്വൻസ് എഫ് എൻ എന്നത് സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫങ്ഷൻസ് ആണ്. ഈ ബൗണ്ടഡ് ഫങ്ഷൻ എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ എന്ത് വേണം? യൂണിഫോംലി കൺവേർജൻ്റ് ടു എ ബൗണ്ടഡ് ഫങ്ഷൻ എഫ് എന്താവണം? നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. അതായത് എഫ് എൻ ഈസ് യൂണിഫോംലി കൺവേർജൻസ് ടു എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്ന് എടുക്കണം. എന്നിട്ട് നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, തിരിച്ചും നോം എന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എഫ് എൻ ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം എഫ് എൻ എന്ന സീക്വൻസ് എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. പ്രൂഫ് നോക്കൂ. ലെറ്റ് ദ sequence fn of bounded functions converges uniformly on a to a bounded function f. നമ്മൾ എന്ത് ചെയ്തു? സീക്വൻസ് എഫ് എൻ എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എടുത്തു. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് യൂണിഫോം കൺവേർജൻസ് യൂണിഫോം കൺവേർജൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? corresponding to any epsilon greater than 0 any epsilon greater than 0
there exists a natural number h of epsilon such that such that modulus of fn of x minus f of x is less than epsilon by 2 for all x belongs to a and n greater than or equal to h of epsilon. അപ്പോൾ പ്രൂഫ് എങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ആ സീക്വൻസ് എഫ് എൻ എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആ യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിക്കുക. ഡെഫിനേഷൻ ഉപയോഗിക്കുമ്പോൾ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ എച്ച് ഓഫ് എപ്സിലോൺ സെറ്റ് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എന്ന് കിട്ടും. കാരണം ഇവിടുത്തെ ഈ നാച്ചുറൽ നമ്പർ നമ്മളെ എപ്സിലോണിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ ഈസ് ലെസ് ദാൻ എപ്സിലോണിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നൗ മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഞാനൊരു എഫ് ഓഫ് എക്സ് ആഡ് ചെയ്തു, അതേപോലെ തന്നെ അത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ്, ഇവിടെ ഞാൻ എഫ് ഓഫ് എക്സ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് എഴുതോ? എഫ് ഓഫ് എക്സ് ആഡ് ചെയ്തു മൈനസ് എഫ് എൻ ഓഫ് എക്സ്. ശരിക്കും ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് തന്നെയാണ് കിട്ടുക അല്ലേ? ഇനി ഇവിടെ ഞാൻ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതിനെ എ ആയിട്ടും ഇതിനെ ഞാൻ ബി ആയിട്ടും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ത് ചെയ്യുന്നു? മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതി. കാരണം ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നിങ്ങൾക്കറിയാം, എ പ്ലസ് ബി മോഡ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ അത് ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നോക്കൂ, ഈ മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? ഇറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ നോക്കൂ, ഇതാ മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ഇവിടെ നമുക്ക് എന്നിന് പകരം ഒരു എം ആയി എന്നല്ലേ ഉള്ളൂ. അപ്പം ഇത് എഴുതുമ്പോൾ എന്ത് വേണം? ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നോക്കൂ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ വേണം അല്ലേ? അതേപോലെ തന്നെ പ്ലസ് ഇവിടെയോ, ഇവിടെ നോക്കും മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ്, അതും തന്നെയാണ് എപ്സിലോൺ ബൈ 2 ആണ്. കാരണം മോഡ് വാല്യൂ അല്ലേ. മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് തന്നെയായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ, ഈ എപ്സിലോൺ ബൈ 2 അതേപോലെ എപ്സിലോൺ ബൈ 2 ആഡ് ചെയ്താൽ തന്നെ കിട്ടുക എപ്സിലോൺ എന്നാണ് കിട്ടുക. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ, since the inequality is true for, since the inequality, ഈ inequality എന്നത് inequality is true for any x belongs to a, it follows that നമുക്ക് ഈ മോഡ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ സുപ്രീമോ തന്നെ ആയിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആവില്ലേ? അതാണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് supremum of
mod fm of x minus fn of x is such that x belongs to a is less than epsilon. കാരണം ഇവിടെ നമുക്ക് സുപ്രീം എടുത്താലും എന്തെല്ലാം കിട്ടുക, ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടുന്നത്. ഫോർ ഓൾ എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ഇതാരാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ നോമിൻ്റെ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം n greater than or equal to h of epsilon. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയത്, സീക്വൻസ് എഫ് എൻ എന്നത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്നെടുത്തു. നമുക്ക് എന്ത് വന്നു, നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വന്നു. അതായത് ഒരു പാർട്ടായി. ഇനി കോൺവേഴ്സ് പാർട്ടും കൂടെ. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് നമ്മൾ എന്ത് സപ്പോസ് ചെയ്യണം, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എന്താ സപ്പോസ് ചെയ്യണ്ടേ, for any epsilon greater than 0 there exists a natural number h of epsilon such that norm of fm minus fn on a is less than epsilon for all n m greater than or equal to h of epsilon. നമ്മൾ എന്താണ് സപ്പോസ് ചെയ്തത്, നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എന്ന് അസ്യൂം ചെയ്തു. എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് എൻ ഈസ് യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ബൗണ്ടഡ് ഫംഗ്ഷനിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഹെൻസ് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എ, ഹെൻസ് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എ. ഇവിടെ നോക്കൂ, ഈ നോം എന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതായത് സുപ്രീമം ഓഫ് എന്ത് വരും, മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ അത് കൂടെ ചേർക്കായിരുന്നു, വിച്ച് ഇംപ്ലൈസ് സുപ്രീമം ഓഫ് മോഡ് എഫ് എം ഓഫ് എക്സ് minus fn of x such that x belongs to a is less than epsilon ആണ്. അതായത് നോമിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. സോ മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്നത് ലെസ് ദാൻ എപ്സിലോൺ പ്രൂവ് ചെയ്യണം. മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്നതും സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്നതും ആയാൽ ഏതാ വലുത് വരിക, അതായത് ഈ ഒരു ഇതിൻ്റെ സുപ്രീമാണ് ആര്, ഇത്. അപ്പോൾ ഇതാവില്ലേ വലുത് വരിക. അപ്പോൾ എങ്ങനെ വരും, അപ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് സോ ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു സുപ്രീമം ഇതെന്ന് പറഞ്ഞാൽ എന്തെന്ന് ഡെഫിനിഷന് നോമായിട്ട് മാറും. അപ്പം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ, നമ്മൾ അസംഷൻ പ്രകാരം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ എന്താ, ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വന്നു. ഇവിടെയൊക്കെ എന്തുണ്ട്, ഫോർ ഓൾ എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ദെർഫോർ മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ഇങ്ങനെ നോക്കൂ, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എവിടെയോ കേട്ടിട്ടില്ലേ, ഇങ്ങനെ എക്സ് എം മൈനസ് എക്സ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. ഇങ്ങനെയൊക്കെ തന്നാൽ എന്തായിരുന്നു സംഭവം, അതായത് ഇങ്ങനെ തന്നാൽ എക്സ് എൻ എന്നതൊരു കോഷി സീക്വൻസ് ആണെന്ന് നിങ്ങൾ പറയും, ശരിയല്ലേ.
അപ്പോൾ അതേപോലെ തന്നെ അല്ലേ നമ്മുടെ ഫംഗ്ഷനായിട്ട് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സീക്വൻസ് എഫ് എൻ എന്നത് ഒരു കോഷി സീക്വൻസ് ആണ് കിട്ടി. കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി കോഷി സീക്വൻസ് ആണെങ്കിൽ കോഷി ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് ഓഫ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നമുക്കെന്ത് പറയാം? അത് കൺവേർജ് ചെയ്യുന്നുണ്ട് ഒരു റിയൽ നമ്പറിലേക്ക് എന്ന് പറയാം അല്ലേ? ദെൻ ബൈ കോഷി ക്രൈറ്റീരിയ criterion for convergence of a sequence of real numbers, it follows that for each x belongs to A, the sequence fn of x converges to a real number. അപ്പോൾ അതൊരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടി. അതായത് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ആണ്. അതുകൊണ്ട് തന്നെ സീക്വൻസ് എഫ് എൻ എന്നതൊരു കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കൺവേർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതായത് നൗ ഡിഫൈൻ എഫ് ഫ്രം എ ടു ആർ ആസ് നമ്മൾ കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ്. അപ്പോൾ നമ്മളെ സീക്വൻസ് എഫ് എൻ എന്നത് കോഷിയാണ്. കോഷി ആയതുകൊണ്ട് അത് കൺവേർജ് ചെയ്തു. അത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്തത്? എഫ് ഓഫ് എക്സിലേക്കാണ്. അതായത് ആ എഫ് എൻ ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്നത് എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ഓക്കെ, ഇവിടെ എല്ലാ എഫ് എന്നുകളും ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും. സിൻസ് ഈച്ച് എഫ് എൻ ഈസ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ എ, എഫ് ഈസ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ എ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു കണ്ടീഷനിലുണ്ടല്ലോ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഈ 1ൽ എന്നിനെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാവും. n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്താ? നമുക്ക് ലിമിറ്റ് ഫംഗ്ഷൻ അറിയാമല്ലോ, അത് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ എം അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നിനെ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് മാറ്റുക. അതായത് if we let n tends to infinity in 1, we get mod fm of x minus fn of x നമ്മൾ n tends to ഇൻഫിനിറ്റിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ലിമിറ്റ് n tends to ഇൻഫിനിറ്റി fn of x ആയിട്ട് മാറും. Which is less than epsilon for all. ഇനി എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നും വേണ്ട. കാരണം എന്താ? എന്നിന് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് പറഞ്ഞയച്ചില്ലേ. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ആൻഡ് എക്സ് ബിലോങ്സ് ടു എ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് ഇതെന്താ? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? നമുക്കെന്താ കിട്ടിയത്? സീക്വൻസ് എഫ് എം എന്നത് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി അല്ലേ? സീക്വൻസ് എഫ് എം എന്നത് കൺവേർജൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ എമ്മിന് പകരം n കൊടുത്താൽ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല, കാരണം അതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് തന്നെയല്ലേ. Therefore
which implies sequence fn is a sequence fn converges uniformly എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? ടു എഫ് ഓൺ എ. ഹെൻസ് ദ പ്രൂഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമ്മറി ആയിട്ട് ഒറ്റയടിക്കൊന്ന് പറയാം. അതായത് സീക്വൻസ് എഫ് എൻ എന്നത് ആദ്യം എന്താണ് എടുക്കണം? യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് പറയണം. അപ്പോൾ യൂണിഫോംലി കൺവേർജൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ഡെഫിനിഷൻ ഉപയോഗിക്കുക. ഡെഫിനിഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മോഡ് എന്ത് കിട്ടും? The mod fm of x minus fn of x is less than epsilon for all n m greater than equal to h of epsilon എന്ന് കിട്ടും. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഇതിൻ്റെ സുപ്രീമോ എന്ത് തന്നെ ആയിരിക്കും? സോറി, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. നമുക്ക് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടണ്ടേ? ഇവിടെ അല്ലേ നമ്മൾ പറയുന്നത്? യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. ഇതാണ് ഞാൻ പറയുന്നത്. മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ആണ് വരുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എഫ് ഓഫ് എക്സും ഒരു മൈനസ് എഫ് ഓഫ് എക്സും കൂടെ കൊടുക്കുക. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം അത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. അപ്പം ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വന്നു. ഇത് കൊടുക്കുമ്പോൾ കൂടെ വേണം? എൻ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ വേണം. ഇതന്നെ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഇതിൻ്റെ സുപ്രീമോ തന്നെ ആയിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ആ സുപ്രീമോ ആണ് ആര്? നോം എന്നത്. സോ നോം ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇനി കോൺവേഴ്സ് പാർട്ട് ആണെങ്കിൽ നോം എന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. നോമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പം മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സും അതിൻ്റെ സുപ്രീമും കൂടെ ആകുമ്പോൾ ഈ ഒരു ടേം സുപ്രീമോ ആണ് വലുതായിട്ട് വരിക. ആ സുപ്രീം എന്ന് പറഞ്ഞാൽ നോമാണ്. അപ്പോൾ നോം എന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്നത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. അതായത് ഇതൊരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടും. സീക്വൻസ് എഫ് എൻ എന്നത് കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസ് എല്ലാം കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് അത് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ഒരു എഫ് ഓഫ് എക്സിൽ എന്ന ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു കിട്ടി. അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ടേമിൽ എഫ് എൻ ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്ന് എടുക്കുക. അപ്പം എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എന്ന് കിട്ടും. അതായത് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് എന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ മോഡ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ വന്നു. അതായത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എമ്മിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? എൻ ആക്കിയിട്ട് എഴുതാം. എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ എഴുതിയാൽ മതി. അതിൻ്റെ അർത്ഥം സീക്വൻസ് എഫ് എൻ എന്നത് കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ എ ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു.